നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനും അച്ഛമ്മയും തിരിച്ചു വരുന്ന കള്ളം പറഞ്ഞ് എത്ര കാലം വെച്ചാ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത്? കളങ്കില്ലാത്ത മനസ്സിൽ വെറുതെ പ്രതീക്ഷകളെ കുത്തി നിറയ്ക്കുന്ന പാപം. അതല്ലാതെ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും ചേച്ചി? കുട്ടിയെ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് ചേച്ചിയുടെ ഭാവി എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഭാവി അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണല്ലോ. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജീവ് സാറിനെ കല്യാണം കഴിക്കാൻ തയ്യാറായപ്പോ അദ്ദേഹത്തിന് ദുർമരണം സംഭവിച്ചു. ഇനി എന്നെ കേട്ട മറ്റൊരാൾ വന്നാലും അയാൾക്ക് ഇതേ ഗതി തന്നെയായിരിക്കും. വേണ്ട, എനിക്ക് ഈ ജന്മം ഒരു വിവാഹിനി വേണ്ട. ധീമുളെ പെറ്റമ്മയെ പോലെ നോക്കിക്കൊള്ളാന്ന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം. ധീമുള് അവളെനിക്ക് പ്രാണന. ഞാൻ പ്രസവിക്കാത്ത എന്റെ സ്വന്തം കുഞ്ഞ്. എനിക്കിപ്പോ അവളാണ് ലോകം. എന്റെ കഴുത്തിൽ താലി കെട്ടാത്ത ഭർത്താവിന്റെ കുഞ്ഞിന്റെ അമ്മയായി സന്തോഷത്തോടെ ഞാൻ ജീവിച്ചോളാം. ആ ജീവിതം മതി എനിക്ക്. അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എന്റെ ഭാവി ജീവിതം. ചേച്ചിയോട് ഇപ്പൊ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ആ കാർ ആക്സിഡന്റാ ദിയമോൾക്ക് ഈ ഗതി വരുത്തിയത്. അതിന് കാരണക്കാരായവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് അനാഥയാവില്ലായിരുന്നു. ആരൊക്കെയോ ഈ മരണം ആഗ്രഹിച്ചിരുന്നത് പോലെ. അവരാരാ? ആ ദുരൂഹത മാറ്റി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നേ. ആരോ കരുതി കൂട്ടി ചെയ്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് കാരണക്കാരാരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. അവരർഹിക്കുന്ന ശിക്ഷ ദൈവം കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.